അതിന് ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? കിങ് ആണ്. അതായത് ഈ ബ്രിട്ടന്റെ സകല ലാൻഡും
ഇങ്ങോട്ടേക്ക് ഫ്യൂഡലിസം കൊണ്ടുവന്നെങ്കിലും ഇദ്ദേഹത്തിന് ആർമി വിശ്വാസമല്ല. ആംഗ്ലോ സാക്സൺസിന്റെ കുറച്ച് ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, അവരിനൊന്നും ആർക്ക് വിശ്വാസമല്ല, നമ്മുടെ വില്യം ദി കോൺക്വററിന് വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ വില്യം എന്ത് ചെയ്തു, അങ്ങ് ദൂരെ എവിടെ നോർമൻസ് അല്ലെ, അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ കുറച്ച് ആൾക്കാരിനെ തന്റെ കീഴിലായിട്ട് ഈ രാജാവ് എന്ത് ചെയ്തു, നിയമിച്ചു. അതായത് ആംഗ്ലോ സാക്സൺസില് തനിക്ക് വിശ്വാസമില്ലാത്ത കുറച്ച് ഓഫീസേഴ്സിനെ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ആരിനെ പകരം കൊണ്ടുവന്നു, വില്യം ദി കോൺക്വററിന് വിശ്വാസമുള്ള കുറച്ച് നോർമൻസിനെ അവിടെ എന്ത് ചെയ്യുകയാണ്, നിയമിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നാൽ അങ്ങനെ തട്ടിക്കളയാത്ത കുറച്ച് ആംഗ്ലോ സാക്സൺസ് ഉണ്ട്. അതായത് ആരാണ്, മെർസിയ ആൻഡ് നോർത്തംബ്രിയ. ഈ പേര് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ ആംഗ്ലോ സാക്സൺസിലെ 7 കിങ്ഡംസിലെ 2 കിങ്ഡം ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, മെർസിയ ആൻഡ് നോർത്തംബ്രിയ. ഈ 2 കൂട്ടർക്ക് മാത്രം അവരവരുടെ ഭൂമി അവരവർക്ക് എന്താണ് സ്വന്തമായിട്ട് എന്ത് ചെയ്തു, കൊടുത്തു. അതായത് അവരത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരത് നോക്കി നടത്തിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ആര് കൊടുത്തു, വില്യം ദി കോൺക്വറർ ആർക്ക് മാത്രം കൊടുത്തു, മെർസിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനും നോർത്തംബ്രിയയ്ക്കും കൊടുത്തു. അതെന്തിനാ അവർക്ക് മാത്രം കൊടുത്തേ? ബാക്കിയുള്ള ആംഗ്ലോ സാക്സൺസിനൊക്കെ തട്ടിക്കൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് മാത്രം കൊടുത്തേ? അതായത് വാർ ഓഫ് ഹാസ്റ്റിങ്സ് എന്ന് പറഞ്ഞ യുദ്ധം, ആ യുദ്ധത്തിലൂടെ ആണല്ലോ വില്യം ദി കോൺക്വറർ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തത് അല്ലെ. ആ യുദ്ധത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല? മെർസിയയും അതേപോലെ തന്നെ നോർത്തംബ്രിയയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ഒരു കാര്യം മുൻനിർത്തി മാത്രമാണ് വില്യം എന്ത് ചെയ്തത്, ഇവർക്ക് ഇവരുടെ ലാൻഡ് എന്ത് ചെയ്തത്, കൊടുത്തത്. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് അവർക്ക് മാത്രം കൊടുത്തത്? ഓക്കെ, സോ നമുക്ക് ഇനി പോയിന്റിലോട്ട് വരാം. ഒരു ഇമാജിനറി പിരമിഡിൽ ഏറ്റവും മുകളിലുള്ള ആരാണ്? കിങ് ആണ് അല്ലെ. ഈ ബ്രിട്ടനിലെ സകല ലാൻഡിനും ഓണർഷിപ്പ് ആർക്ക് മാത്രമാണ്? രാജാവിനാണ്. മനസ്സിലായല്ലോ? ഇനി നോക്കാം, ആ രാജാവ് എന്ത് ചെയ്യും? അത്രയും ഭൂമി കൊണ്ട് ഈ രാജാവ് എന്ത് ചെയ്യും? രാജാവിന്റെ തൊട്ട് താഴെ ആര് വരും? ടെനന്റ് ഇൻ ചീഫ് വരും. ആരാണ്? ടെനന്റ് ഇൻ ചീഫ്. മനസ്സിലായല്ലോ? അതായത് ഈ ടെനന്റ് ഇൻ ചീഫ് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കിങ് എന്ത് ചെയ്യും, രാജാവ് എന്ത് ചെയ്യും, ഈ ലാൻഡിനെ മൊത്തം ഓരോ പ്ലോട്ടുകളായിട്ട് തരംതിരിച്ചിട്ട് ആർക്ക് കൊടുക്കും? തന്റെ കുറച്ച് വിശ്വസ്തരായ ടെനന്റ് ഇൻ ചീഫിന് ഈ ഭൂമി കൊടുക്കും. മനസ്സിലായോ? ആ കൊടുക്കുന്ന ഭൂമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീഫ്. ഓക്കെ, എന്താണ് ഫീവ്സ് എന്ന് പറയുമ്പോൾ? ലാൻഡ് എന്ന് പറയില്ല, ഡയറക്റ്റ് ആയിട്ട്, അതായത് രാജാവിന്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഭൂമി വാങ്ങുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയാ അല്ലെ. ഈ ടെനന്റ് ഇൻ ചീഫിന്റെ കയ്യിൽ എന്താണുള്ളത്? ലാൻഡ് ആണുള്ളത് അല്ലെ. കിങ് നേരിട്ട് കൊടുത്ത ലാൻഡ് ആണ്. ആ ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫീഫ് എന്ന് പറയാ. ഓക്കെ, സോ മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ടെനന്റ് ഇൻ ചീഫ് ആരാണ്? ആരൊക്കെയാണ്? കുറച്ച് നോബിൾ മാൻസ് ആണ്. ഓക്കെ, നോബിൾ മാൻസ് who have fief. ഓക്കെ, ഫീഫ് കൈപ്പറ്റിയിട്ടുള്ള നോബിൾ മാൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയാ. മനസ്സിലായല്ലോ? അങ്ങനെ ഈ പിരമിഡിൽ രണ്ടാമത് രാജാവിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണ്? ടെനന്റ് ഇൻ ചീഫ്. ഈ ടെനന്റ് ഇൻ ചീഫിന് വെറുതെ അങ്ങോട്ട് കൊടുക്കുകയാണോ ഈ രാജാവ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഓത്ത് ഓഫ് ലോയാലിറ്റി. ഓക്കെ, ഓത്ത് ഓഫ് ലോയാലിറ്റി ആര് നടത്തിയിരിക്കണം? ഈ നോബിൾ മാൻ അഥവാ ഈ ഏൾസ് അഥവാ ഈ ഡ്യൂക്സ്. ഓക്കെ, ഇവരുടെ പേരാണ് എന്ത്? നമ്മുടെ ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയുന്നത്. മൊത്തമായി വിളിക്കുന്ന പേരാട്ടോ. സോ ഈ ടെനന്റ് ഇൻ ചീഫ് രാജാവിനോട് ഒരു ഓത്ത് ഓഫ് ലോയാലിറ്റി കീപ്പ് ചെയ്തിരിക്കണം. മാത്രമല്ല രാജാവിന് ആവശ്യമുള്ളപ്പോ ഇവരൊക്കെ എന്ത് ചെയ്യണം? മിലിറ്ററി സർവീസ്, മിലിറ്ററി സോൾജിയേഴ്സിനെ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? രാജാവിന് പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കോൺട്രാക്റ്റുകളുടെ പേരിലാണ് രാജാവ് എന്ത് ചെയ്യുന്നത്? ഈ ഫീഫ് ടെനന്റ് ഇൻ ചീഫിന് കൊടുക്കുന്നത്. മാത്രമല്ല ആ കാണുന്ന ഭൂമിയിലുള്ള ആ കാണുന്ന സ്ഥലത്തിലെ ടാക്സ് ഒക്കെ ആര് പിരിക്കണം? ഈ ടെനന്റ് ഇൻ ചീഫ് പിടിച്ചെടുക്കണം. മനസ്സിലായോ? അതൊക്കെയാണ് ആരുടെ കടമകള്? ഈ ടെനന്റ് ഇൻ ചീഫിന്. അത് ടെനന്റ് ഇൻ ചീഫിന്റെ കടമകൾ അഥവാ ഇവർക്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ഈ ഫീഫ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇതൊക്കെയാണ്. മനസ്സിലായല്ലോ? ഇനി ഈ ടെനന്റ് ഇൻ ചീഫ് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ രാജാവ്, രണ്ടാമത്തെ ടെനന്റ് ഇൻ ചീഫ്. ഇനി മൂന്നാമതായി വരുന്ന ആള് ഈ ടെനന്റ് ഇൻ ചീഫ്സുകളൊക്കെ ഈ ഭൂമി, ഈ ഫീഫ്, ഈ ഭൂമികൾ കൊണ്ട് എന്ത് ചെയ്യാനാ? അതായത് ഇനി ഇതിന്റെ തൊട്ട് താഴെ വരുന്ന ആൾക്കാരാണ് ആര്? നൈറ്റ്സ് എന്ന് നമ്മൾ പറയും. മനസ്സിലായല്ലോ? അതായത് നോർമൻ നൈറ്റ്സ്. ഓക്കെ, അവരും ആരാണ്? രാജാവിന്റെ വിശ്വസ്തരായ ഓഫീസേഴ്സ് തന്നെയാണ്. മനസ്സിലായല്ലോ? ഈ ഇതിന്റെ പിരമിഡിന്റെ മൂന്നാമത് വരുന്ന ആൾക്കാരാണ് ഈ
നോർമൻ നൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടെനന്റ് ഇൻ ചീഫ്സ് എന്ത് ചെയ്യും? അവരുടെ ഭൂമി ആർക്ക് കൊടുക്കും? അഥവാ പാട്ടത്തിന് എന്നുള്ള ആ ഒരു രൂപത്തിലൊക്കെ ആർക്ക് കൊണ്ടേ കൊടുക്കും? ഈ നോർമൻ നൈറ്റ്സിന് കൊടുക്കും. പിന്നീട് അങ്ങോട്ട് ആ സ്ഥലത്തിലെ ടാക്സ് കളക്ട് ചെയ്തിട്ട് ആരാണ് ആ സ്ഥലത്ത്, അതായത് നമ്മുടെ ഈ നോർമൻ നൈറ്റ്സ് ഉണ്ടല്ലോ, അവർക്ക് കിട്ടിയ ഭൂമിയിലുള്ള എല്ലാ ടാക്സുകളും ആര് പിരിക്കും? ഈ നോർമൻ നൈറ്റ്സ് പിരിക്കും. പിരിച്ചിട്ട് ആർക്ക് കൊടുക്കും? ഈ ടെനന്റ് ഇൻ ചീഫിന് കൊടുക്കും. ഇപ്പൊ മനസ്സിലായോ? അതായത് ആക്ച്വലി ഒരു പിരമിഡ് പോലെയാണ്, ഇന്നയാൾക്ക് കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ പോവാണ്. ഓക്കെ, ഈ അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ, നോർമൻ നൈറ്റ്സ് അവർക്ക് കൊടുത്ത ഭൂമിയിലുള്ള ടാക്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? ഈ ടെനന്റ് ഇൻ ചീഫിന് കൊടുക്കുന്നു. അത് മാത്രമാണോ നോർമൻ നൈറ്റ്സിന്റെ? അല്ല. എന്താന്ന് വെച്ചാൽ ഒരു രാജാവിന് അഥവാ ഈ ടെനന്റ് ഇൻ ചീഫുകൾക്ക് ഒരു മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ സോൾജേഴ്സിന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ആര് പ്രൊവൈഡ് ചെയ്യണം? ഈ നോർമൻ നൈറ്റ്സ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? ടെനന്റ് ഇൻ ചീഫിന് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ രാജാവിന് ഒരു സോൾജേഴ്സിന്റെ ആവശ്യം വരികയാണെങ്കിൽ ആര് കൊടുക്കണം? ടെനന്റ് ഇൻ ചീഫ് കൊടുക്കണം. അപ്പൊ മനസ്സിലായല്ലോ. എന്നാൽ ഈ ടെനന്റ് ഇൻ ചീഫ് വെറുതെ അങ്ങോട്ട് നോർമൻ നൈറ്റ്സിന് എഴുതി കൊടുക്കുവോ? അതായത് കൊടുക്കുവോ? ലാൻഡില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ നോർമൻ നൈറ്റ്സും ഇതേപോലെ തന്നെ ഒരു ഓത്ത് ഓഫ് ലോയാലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ആർക്ക്? രാജാവിനാണോ? അല്ല, ടെനന്റ് ഇൻ ചീഫുകൾക്ക്. ഓക്കെ, ഈ ടെനന്റ് ഇൻ ചീഫുകൾ പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടും അതില്? പറഞ്ഞ നോബിൾമാൻസ്, ഏൾസ്, ഡ്യൂക്സ്, ഇവരിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയാ. മനസ്സിലായല്ലോ? ഫീഫ്, അതായത് രാജാവിന്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഈ ഫീഫ്, എന്താ ഫീഫ്? ഭൂമി അല്ലേ? ഫീഫ് ഉള്ള ആൾക്കാരിനെയാണ് നമ്മൾ ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അതായത് ആക്ച്വലി ഇവിടെ ഈ നോർമൻ നൈറ്റ്സും ഒരു ഓത്ത് ഓഫ് ലോയാലിറ്റി ടുവേർഡ്സ് ഹൂം, ആർക്കാണ്? ആർക്കാണ്? നമ്മുടെ ടെനന്റ് ഇൻ ചീഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാകും ടെനന്റ് ഇൻ ചീഫുകൾ ആർക്ക് കൊടുക്കുന്നത്? ഈ നോർമൻ നൈറ്റ്സിന് ഭൂമി വിട്ടുകൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ പിരമിഡിലെ ഏറ്റവും അവസാനത്തെ ആൾക്കാർ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ആൾക്കാർ ആരാണ്? സെർഫ്. ആരാണ്? സെർഫുകൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സെർഫ്സ് അതായത് ഒന്നുമില്ല, പെസൻസ് ആണ്. അതായത് ആക്ച്വലി ഇവര് എന്താ ഒരു ഫാമേഴ്സ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും ലോ ലെവലിൽ അല്ലെങ്കിൽ ലോ ക്ലാസ് എന്ന് അവർക്ക് അറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ സെർഫുകൾ. ഈ സെർഫുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇവര് ഈ നോർമൻ നൈറ്റ്സ് പറയുന്ന പണികളൊക്കെ അങ്ങോട്ട് എടുക്കണം. പട്ടിപ്പണിയാണെങ്കിലും ആരെടുക്കണം? ഇവരെടുക്കണം. ഇവർക്ക് കൂലി പ്രൊവൈഡ് ചെയ്യുമോ? ചെറിയ രീതിക്ക്. അതായത് ഇവർക്ക് കൂലികൾ പൈസയായിട്ടൊന്നും കൊടുക്കത്തില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ കുടുംബത്തിനുള്ള അരി, ഇപ്പൊ എന്താ കൃഷി ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ അരിയാണെങ്കിൽ കുടുംബത്തിന് പോറ്റാനുള്ള അരി വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാവും. മനസ്സിലായോ? അല്ലാതെ ഒരുപാട് ഹാർഡ് വർക്കും ഈ പെസൻസ് ആണ്, ഇവരൊക്കെ കർഷകരാണ്. മനസ്സിലായോ? അപ്പൊ ഈ സർഫുകൾ നമ്മൾ അങ്ങനെ പെസൻസ് എന്ന് നമ്മൾ വിളിക്കില്ല. നമ്മൾ ഈ അക്കോർഡിംഗ് ടു ഫ്യൂഡലിസം അവരുടെ പേരെന്താണ്? സർഫ് എന്നാണ്. ഓക്കെ, ഈ സർഫുകൾ എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ സർഫുകളെ തെരഞ്ഞെടുക്കുന്നത്? അതായത് ഒരു സർഫ്, ഓക്കെ, ഒരു സർഫിന്റെ മകൻ അല്ലെങ്കിൽ മകനോ മകളോ ജനിച്ചു കഴിഞ്ഞാൽ അവരും ആരായിരിക്കും? സർഫുകളായിരിക്കും. ഇനി അവർക്കും മക്കളോ കുട്ടികളൊക്കെ ഉണ്ടായാലേ അവരും എന്തെന്നെയായിരിക്കും? സർഫുകളായിരിക്കും. മനസ്സിലായി? അതായത് പരമ്പരാഗതമായി ഒരു തലമുറ മറ്റൊരു തലമുറ അങ്ങനെ അവരാരായി മാറും. അങ്ങനെയാണ് സർഫുകളെ തെരഞ്ഞെടുക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായത് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം അഥവാ നോർമൻ ഫ്യൂഡലിസം. നോർമൻ ഫ്യൂഡലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അതായത് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ നോർമൻ ഫ്യൂഡലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മൈൻഡിൽ വരണ്ടേ? സോ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ദ ഫീച്ചേഴ്സ് ഓഫ് നോർമൻ ഫ്യൂഡലിസം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മനോറിയൽ സിസ്റ്റം. അല്ലെ, നമ്മുടെ ലെസന്റെ പേര് തന്നെ അതാണ് അല്ലെ, മനോറിയൽ സിസ്റ്റം. ആക്ച്വലി നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റവും മനോറിയൽ സിസ്റ്റവും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതായത് മിഡീവൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് എന്ത്? ഫ്യൂഡൽ സിസ്റ്റവും അതേപോലെ തന്നെ മനോറിയൽ സിസ്റ്റവും. ഓക്കെ, ആക്ച്വലി നോക്കാം, ഫ്യൂഡൽ സിസ്റ്റവും മനോറിയൽ സിസ്റ്റവും തമ്മിൽ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇത് രണ്ടും തന്നെ എന്തിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു? ലാൻഡ്. ഓക്കെ, ഭൂമിയുടെയും അതേപോലെ തന്നെ ഭൂമിയിലുള്ള കുറച്ച് പോളിസീസ്, ലാൻഡ്
ലാൻഡ് പോളിസീസ്, അതായത് 15ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ലാൻഡ് പോളിസീസും ലാൻഡുമായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സിസ്റ്റമാണ് എന്ത്, ഫ്യൂഡൽ സിസ്റ്റവും അതേപോലെ തന്നെ മനോറിയൽ സിസ്റ്റവും. മനസ്സിലായല്ലോ? സോ ഫ്യൂഡൽ സിസ്റ്റവും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മനോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു. ഓക്കെ, എളുപ്പമാണ്. മനോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്നിരുന്നാലും നമുക്ക് അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകാത്ത ഒരു സംഗതി ഒന്നും അല്ല. ഓക്കെ, ഫ്യൂഡൽ സിസ്റ്റം മനോറിയൽ സിസ്റ്റം ഒക്കെ എന്ത് തന്നെയാണ്, ഏറെക്കുറെ ഒന്നാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഫ്യൂഡൽ സിസ്റ്റം എന്താണ്, അതായത് ഫ്യൂഡൽ സിസ്റ്റവും മനോറിയൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഫ്യൂഡലിസം അഥവാ ഫ്യൂഡൽ സിസ്റ്റത്തിൽ എന്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്? അതായത് രാജാവിനും അതേപോലെ തന്നെ രാജാവിനെ തൊട്ടു താഴെയുള്ള ടെനന്റ് ഇൻ ചീഫിനും അതേപോലെ തന്നെ ഈ ടെനന്റ് ഇൻ ചീഫിന്റെയും നോർമൻ നൈറ്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇവരുടെ 3 പേർക്കും, അതായത് ആരൊക്കെ, രാജാവിനും ടെനന്റ് ഇൻ ചീഫിനും നോർമൻ നൈറ്റ്സിനും, ഓക്കെ, ഇവരുടെ 3 പേരിനും തമ്മിലുള്ള, അതായത് രാജാവിന് ടെനന്റ് ഇൻ ചീഫിനോട്, ടെനന്റ് ഇൻ ചീഫിന് രാജാവിനോട്, അതേപോലെ തന്നെ നോർമൻ നൈറ്റ്സിന് ആരോട്, ടെനന്റ് ഇൻ ചീഫിനോട്, ഇത്തരത്തിൽ ഇവരുടെ 3 പേരുടെ ഇടയിലുമുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു സിസ്റ്റം, അഥവാ അതിനെയാണ്, ആ സിസ്റ്റത്തെയാണ്, ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ബന്ധം, ഇവർ 3 പേര് തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഫ്യൂഡൽ സിസ്റ്റം. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് എന്താണ് മനോറിയൽ സിസ്റ്റം എന്താന്ന് നോക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, മനോറിയൽ സിസ്റ്റം എന്താണ്, അതായത് പെസൻസ്. ഓക്കെ, പെസൻസ് എന്ന് പറഞ്ഞാൽ ആരാ, സർഫുകൾ അല്ലെ, സർഫ് എന്നാണ് നമ്മൾ പറയേണ്ടത്. സർഫുകൾക്ക്, ഈ പെസന്റുകൾക്ക് അഥവാ ഈ ലേബേഴ്സിന് ഭൂമിയോടുള്ള ബന്ധവും അതേപോലെ തന്നെ ഈ പെസൻസിന് ഇവരുടെ തൊട്ടു മുകളിലുള്ള നോർമൻ നൈറ്റ്സ് അല്ലെ, നോർമൻ നൈറ്റ്സിനോടുള്ള ബന്ധവും ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, മനോറിയൽ സിസ്റ്റം. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് മനോറിയൽ സിസ്റ്റത്തിന്റെയും ഫ്യൂഡൽ സിസ്റ്റത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്യൂഡൽ സിസ്റ്റം എന്താന്ന് നോക്കുമ്പോൾ, രാജാവിനും ടെനന്റ് ഇൻ ചീഫിനും അതിന്റെ തൊട്ടു താഴെയുള്ള നോർമൻ നൈറ്റ്സിനും ഇവർ 3 പേർക്ക് ഇടയിലുമുള്ള ബിറ്റ്വീൻ ദീസ് 3 പേഴ്സൺസ്, ഓക്കെ, ഇവർ 3 പേർക്ക് ഇടയിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഫ്യൂഡൽ സിസ്റ്റം. എങ്കിൽ ഓൺ ദി അതർ ഹാൻഡ് മനോറിയൽ സിസ്റ്റം എന്താണ്, the relationship between the peasants and their lands and also towards their Norman knights. മനസ്സിലായല്ലോ? അതായത് ഈ സർഫുകൾക്ക് അഥവാ ലേബേഴ്സിന് ലാൻഡിനോടുള്ള ബന്ധവും അതേപോലെ തന്നെ ഈ നോർമൻ നൈറ്റ്സ് ഇവരുടെ തൊട്ടു മുകളിലുള്ള നോർമൻ നൈറ്റ്സിനോടുള്ള ബന്ധവും ഡെപിക്റ്റ് ചെയ്ത് കാണിക്കുന്ന സിസ്റ്റമാണ് എന്ത്, മനോറിയൽ സിസ്റ്റം. അപ്പൊ മനസ്സിലായോ? എളുപ്പല്ലേ അല്ലെ? നമുക്ക് കാര്യം മനസ്സിലാക്കി ഒന്ന് ഓൺവേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ? സോ ഫ്യൂഡൽ സിസ്റ്റം പോലെ തന്നെ ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് എന്ത്, മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ സർഫുകളുടെ റോൾ എന്താണ് എന്നാണ്. ആരാണ് സർഫുകൾ? ലേബേഴ്സ് ആണ് അല്ലെ? ഞാൻ പറഞ്ഞു പിരമിഡിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ആര്, ലേബേഴ്സ് അഥവാ സർഫുകൾ. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ സർഫുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ് അഥവാ റോള് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരെങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്, അക്കോർഡിംഗ് ടു ഫ്യൂഡൽ മാനർ അവരെങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം, സർഫുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതം ആക്ച്വലി എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതായത് അവർ ആക്ച്വലി കമ്പൽസറി ലേബർ ആണ്. ഓക്കെ, കമ്പൽസറി ആയിട്ട് ഒരു സർഫ് ആണോ, ആ സർഫ് എന്ത് ചെയ്തിരിക്കണം, അവർക്ക് നിർബന്ധമാണ്. ലേബറിംഗ് എന്ന് പറയുന്നത് പണിയെടുക്കൽ എന്താണ് അവർക്ക്, കമ്പൽസറി ആണ്. അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അന്നത്തെ ആ സൊസൈറ്റി അതിൽ നിന്നും മാറിപ്പോകാൻ സമ്മതിക്കാത്ത ലേബർ എന്നുള്ള ആ ഒരു ചട്ടം തന്നെയായിരുന്നു ഈ സർഫുകൾക്ക് എക്കാലവും. അവർ ജനിച്ച മുതൽ മരണം വരെ ആ
ഇടത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരു സർഫാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം എന്താണ്, എനിക്ക് മറ്റൊരു ഇടത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ താമസം ഉറപ്പിക്കണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ അക്കോർഡിംഗ് ടു ഫ്യൂഡൽ മാനർ എനിക്ക് അതിനൊരിക്കലും സാധിക്കില്ല. കാരണം ഒരു സർഫ് എന്ന് പറയുന്നത് എന്താണല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് എന്താ കമ്പൽസറി ലേബറിംഗ് ആണ് അല്ലെ, അവർക്ക് നിർബന്ധമായും പണിയെടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മൂവ്മെന്റ് കൂടി ഈ സർഫുകൾക്ക് എന്താണ്, വിലക്കിയിട്ടുണ്ട്. കാരണം എന്താണ്, കാരണം ഈ സർഫുകൾക്ക് ഈ ലാൻഡ് അല്ലെ, ഈ ലാൻഡുമായിട്ട് അത്രയും ടൈഡായിട്ടാണ് കിടക്കുന്നത്, അത്രയും ബന്ധിപ്പിച്ചാ കിടക്കുന്നത്. അഥവാ അന്നത്തെ സമൂഹം അത്രയ്ക്കും അതിനെ ഈ ലാൻഡ്, ഈ ഭൂമിയും ഈ സർഫുമായിട്ട് അത്രയ്ക്കും ടൈ അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ഭൂമിയോട് മാത്രമല്ല ആരോടും ഉണ്ട്, ലോർഡ്സ് അല്ലെ, ലോർഡുകളോടും ഉണ്ട്, പ്രഭുക്കന്മാരോടും ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ സർഫുകൾക്ക് എന്താണ്, അവർക്ക് മൂവ്മെന്റ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവ്മെന്റ് അവർക്ക് എന്ത് ചെയ്തിരുന്നു, അക്കോർഡിംഗ് ടു ഫ്യൂഡൽ മാനർ അവർക്ക് അതിനൊന്നും സാധിച്ചിരുന്നില്ല. ആ മൂവ്മെന്റ് എല്ലാം സർഫുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിലക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അതായത് ഇവിടെ അക്കോർഡിംഗ് ടു ഫ്യൂഡൽ മാനർ സർഫുകൾ എന്ന് പറയുന്നത് ആരല്ല, സ്ലേവ്സ് അല്ല. ഓക്കെ, എന്താണ്, സ്ലേവ്സ് അല്ല, കട്ടങ്ങോട്ട് അടിമപ്പണി അങ്ങനെയല്ല, സ്ലേവ്സ് അല്ല. പക്ഷേ അവർക്ക് ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോകാനും വരാനും അത്തരത്തിലുള്ള മൂവ്മെന്റ് അവർക്ക് എന്തായിരുന്നു, വിലക്കിയിരുന്നു. അവർക്ക് അതിനൊന്നും എന്ത് ചെയ്തിരുന്നില്ല, സാധിച്ചിരുന്നില്ല. ഇനി എങ്ങനെയാണ് ഒരു സർഫ്ഡം, എന്താ ഈ സർഫ്ഡം, അതായത് ഒരാള് സർഫ് ആണ് എന്ന് തീരുമാനിക്കുക. അതെങ്ങനെയാണ് തീരുമാനിക്കുക, അത് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദെയർ ബർത്ത്, ജനനത്തോടു കൂടിയാണ് ഒരാൾ സർഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിരുന്നത്. അതെങ്ങനെയാ ജനനത്തോടു കൂടി തീരുമാനിക്കുക, അതായത് ഒരു സർഫ് പ്രസവിക്കുകയാണ് അല്ലെ, കുട്ടികൾ ഉണ്ടാവുകയാണ്, ഒരു മകൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു മകൻ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ്, ഈ മക്കളും എന്ത് തന്നെയാവും, സർഫാവും. മനസ്സിലായോ? അതിനുശേഷം അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മക്കൾ ഉണ്ടായാൽ അവരും ആരെന്നെയാണ്, സർഫുകൾ തന്നെയാണ്. ഇത്തരത്തിൽ ജനനത്തോടു കൂടിയാണ് സർഫുകളെ സർഫ്ഡം നമ്മൾ എന്ത് ചെയ്തത്, തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായല്ലോ? ആക്ച്വലി സർഫുകളുടെ ഒരു ജീവിത രീതി എങ്ങനെയാണെന്ന് നോക്കിക്കഴിയുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെയും ഇവരെന്താണ്, ഒന്നാമത്തെ കാര്യം ഈ സർഫുകൾ ഇവിടെ പണി ചെയ്യുന്നത് രാവിലെ 24 hours, രാവിലെ മുതൽ രാത്രി വരെയും ഓരോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിരീക്ഷിക്കുന്നുണ്ടാവും. ഇവര് പണി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഈ സർഫുകളുടെ വർക്ക് ആഴ്ചയിൽ ഒരാഴ്ചയിൽ 2-3 ദിവസമായിരിക്കും ഈ സർഫുകൾക്ക് ആ ലാൻഡിൽ പണി. മനസ്സിലായോ? എന്നാൽ ഹാർവെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ, കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, സമയം കൂട്ടി ഇവരെന്ത് ചെയ്യേണ്ടി വരും, പണി ചെയ്യേണ്ടി വരും. സർഫുകൾ ഒരുപാട് നേരം ഈ ഭൂമിയിൽ പണി ചെയ്യേണ്ടി വരും. മനസ്സിലായോ? പക്ഷെ ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ, ബാക്കിയുള്ള ഈ ഒഴിവ് സമയങ്ങള്, ആ സമയത്തൊക്കെ ഇവർക്ക് ഈ ലാൻഡ്, ഈ സർഫുകൾക്ക് അവരുടെ ഫാമിലി, അവരുടെ കുടുംബത്തിനെ ഓട്ടിക്കാനുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഈ ലാൻഡ് കൊണ്ട് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? അതായത് ആഴ്ചയിൽ 2-3 ദിവസം ഈ സർഫുകൾ ആ ലാൻഡില് പണിയെടുക്കേണ്ടി വരും. കൊയ്ത്തിന്റെ ഹാർവെസ്റ്റിംഗിന്റെ ടൈം ആകുമ്പോൾ കുറച്ച് അധികം പണിയെടുക്കേണ്ടി വരും. എന്നിരുന്നാലും ബാക്കിയുള്ള സമയങ്ങളിൽ ഈ ലാൻഡ് ഈ സർഫുകളുടെ ഫാമിലി, അതായത് കുടുംബ ആവശ്യങ്ങൾക്കായിട്ട് ഈ ലാൻഡ് ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇവർക്ക് ഫ്രീ മൂവ്മെന്റ് ഇവർക്ക് വിലക്കിയിരിക്കുകയാണ്. ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തില്ല, അവർക്ക് മൂവ്മെന്റ് ഒന്നും ഇവർക്ക് സാധ്യമല്ല. മനസ്സിലായി? അതൊക്കെ ഇവർക്ക് വിലക്കിയ കാര്യങ്ങളാണ്. മനസ്സിലായി? മാത്രമല്ല ഇവര് they were treated harshly. മനസ്സിലായോ? ഇവരെ ഭയങ്കര ക്രൂവലായിട്ട്, ഭയങ്കരമായിട്ട് അവരെ സപ്രസ് ചെയ്തുകൊണ്ടായിരിക്കും അവരെ പണിയെടുക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം ഇവരുടെ സർഫുകളുടെ ജീവിതം എന്ന് പറയുന്നത് 24 hours, അതായത് രാവിലെ മുതൽ രാത്രി വരെ ഇവര് നിരീക്ഷണത്തിലായിരിക്കുവേ. ഓക്കെ, ലോഡുകളുടെ നിരീക്ഷണത്തിലായിരിക്കും. ഈ സർഫുകൾ എന്ന് പറയുന്നത് ഈ ലാൻഡിൽ തന്നെ, അതായത് ഏത് ലാൻഡിലാണോ അവർ പണിയെടുക്കുന്നത് ആ ലാൻഡിൽ തന്നെ അവർ ജനിക്കുകയും അവിടെ തന്നെ അവർ പണിയെടുക്കുകയും ജീവിതാവസാനം വരെ ആ ലാൻഡിൽ പണിയെടുക്കുകയും അവസാനം മരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ആക്ച്വലി ഫ്യൂഡൽ, അക്കോർഡിംഗ് ടു ഫ്യൂഡൽ സിസ്റ്റം സർഫുകളുടെ ജീവിത രീതി. അഥവാ ഇത്തരത്തിലാണ് അവർ എന്ത് ചെയ്ത് വന്നത്, ജീവിച്ച് വന്നത്. മനസ്സിലായല്ലോ? സോ ഈ സർഫുകളുടെ റോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, വളരെ വലുതാണ്. ആക്ച്വലി അടിമപ്പണി തന്നെയാണ് അല്ലെ. ഒരുപാട് ഒട്ടും ആനുകൂല്യം ഇല്ലാതെ
എന്തൊക്കെയാണ്? ഇത്തരത്തിലൊക്കെയാണ് അവർ ജീവിച്ച് കടന്നു വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീക്ലൈൻ ഓഫ് മനോറിയൽ സിസ്റ്റം. അതായത് ഒരേപോലെ തന്നെ ഫ്യൂഡൽ സിസ്റ്റവും അതേപോലെ മനോറിയൽ സിസ്റ്റവും എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. ഓക്കെ, ദ ഡീക്ലൈൻ ഓഫ് മനോറിയൽ ആൻഡ് ഫ്യൂഡൽ സിസ്റ്റം. ഓക്കെ, തകർക്കപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അതായത് ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ മനോറിയൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതിലുള്ള സർഫുകളുടെ റോൾ എന്താന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. അവസാനം ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഫ്യൂഡൽ സിസ്റ്റം അതേപോലെ തന്നെ മനോറിയൽ സിസ്റ്റം എന്ത് ചെയ്തു? ഡീക്ലൈൻ ആയി അഥവാ തകർക്കപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് തകർക്കപ്പെട്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. അതായത് ലേറ്റർ മിഡീവൽ പീരിയഡ്. ഓക്കെ, മിഡീവൽ ഏജസിന്റെ അവസാന കാലഘട്ടമായപ്പോഴാണ് ഇത് സംഭവിച്ചത്. അതായത് ഫ്യൂഡൽ സിസ്റ്റവും മനോറിയൽ സിസ്റ്റവും തകർക്കപ്പെട്ടത് എപ്പോഴാണ് നോക്കുമ്പോൾ, അതായത് മിഡീവൽ ഏജസിന്റെ അവസാന ഭാഗങ്ങളിലാണ് ഈ തകർച്ച സംഭവിച്ചത്. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തകർച്ച സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ, അതായത് ഈ നമ്പർ ഓഫ് വാർസ്, ഒരുപാട് യുദ്ധങ്ങൾ കാരണമാണ് ഈ തകർച്ച സംഭവിച്ചത്. ഒരുപാട് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? അതായത് ക്രൂസേഡ്സ്, കുരിശ് യുദ്ധം, അതുപോലെ 100 years of war. ഇത്തരത്തിലുള്ള കുറച്ച് യുദ്ധങ്ങൾ, കുറച്ച് എണ്ണി പറയാൻ പറ്റുന്ന കുറച്ച് യുദ്ധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഓക്കെ, അത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ യുദ്ധങ്ങൾ നടന്നത് എന്നുള്ളതൊക്കെ ഓരോ യൂണിറ്റിലും നമ്മൾ ഇനി പഠിച്ചു വരുന്നുണ്ട്. സോ അത് നമുക്ക് അപ്പൊ നോക്കാം, അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് ഡീക്ലൈൻ ആയത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് നമ്പർ ഓഫ് വാർസ്, കുറച്ച് യുദ്ധങ്ങൾ കാരണം, യുദ്ധങ്ങൾ കൊണ്ടും മാത്രമല്ല പ്ലേഗ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാൻ കേൾക്കുന്ന, ഇപ്പൊ നമുക്കില്ല, ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്ലേഗ് ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നു, ആ ഒരു ലേറ്റ് മിഡീവൽ ഏജസിൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെ പ്ലേഗ് കാരണവും മാത്രമല്ല ബ്ലാക്ക് ഡെത്ത്. എന്താണ് ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഓക്കെ, അതായത് യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ മൂലം വന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ത്? ബ്ലാക്ക് ഡെത്ത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള ഈ ബ്ലാക്ക് ഡെത്തും ഈ ഏതൊക്കെ വാർസ്, ഏതൊക്കെ യുദ്ധങ്ങളാണെന്നും എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ, അത് എങ്ങനെയൊക്കെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വരുന്ന യൂണിറ്റിൽ ഓരോ യൂണിറ്റ് വീതം പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇപ്പോ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ പഠിച്ചു പോകാം. അതായത് നമ്പർ ഓഫ് വാർസ്, അതുപോലെ തന്നെ പ്ലേഗ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രോഗമാണ് പ്ലേഗ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത്. ഓക്കെ, ഇത്തരത്തിലുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഫ്യൂഡൽ സിസ്റ്റത്തിന്റെയും മനോറിയൽ സിസ്റ്റത്തിന്റെയും തകർച്ച സംഭവിച്ചത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് സംഭവ്യമാവുക? യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ മൂലമാണ് ഈ രോഗം പടർന്ന ആൾക്കാർ മരണപ്പെടാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് വന്ന എങ്ങനെയാ ഈ മനോറിയൽ സിസ്റ്റവും ഫ്യൂഡൽ സിസ്റ്റവും ഒക്കെ തകരുക? അതായത് ഈ ബ്ലാക്ക് ഡെത്ത് മൂലം ആക്ച്വലി ഇംഗ്ലണ്ടിലെ ഒരു നമ്മുടെ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ പകുതിയിലേറെ ഉള്ള പോപ്പുലേഷൻ, ഓക്കെ, ഇംഗ്ലണ്ടിലെ മുഴുവനായിട്ടുള്ള പോപ്പുലേഷനിൽ പകുതിയിലേറെ ആൾക്കാര്, പകുതിയിലേറെ ആൾക്കാര് ബ്ലാക്ക് ഡെത്ത് മൂലം മരണപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. മനസ്സിലായല്ലോ. സോ മരണപ്പെട്ടപ്പോ എന്തായി? പണിയെടുക്കാൻ ആളെ കിട്ടാതായി, സർഫുകളെ കിട്ടാതായി. മനസ്സിലായല്ലോ. പണിയെടുക്കാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഓരോ ലാൻഡ് പോളിസീസും ഒക്കെ എന്തിനാ? പിന്നെ ടാക്സ് പിരിക്കാൻ ആൾക്കാർ വേണ്ടേ? ഇംഗ്ലണ്ടിലെ മൊത്തം പോപ്പുലേഷനിൽ പകുതിയിലേറെ ആൾക്കാർ ബ്ലാക്ക് ഡെത്ത് മൂലം മരിച്ചിരുന്നു ആക്ച്വലി, നമ്മൾ അതെടുത്ത് നോക്കുകയാണെങ്കിൽ. സോ അങ്ങനെയൊക്കെയാണ് എന്ത് തകർന്നു പോയത്? നമ്മുടെ ഈ ഫ്യൂഡൽ സിസ്റ്റവും അതേപോലെ തന്നെ മനോറിയൽ സിസ്റ്റവും തകർന്നത്. വാർസ്, യുദ്ധങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? യുദ്ധങ്ങളിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അപ്പോഴും എന്താ അവിടെ സംഭവിച്ചത്? വർക്കേഴ്സ് ഇല്ല, നമുക്ക് പണിയെടുക്കാൻ ആളെ കിട്ടാനില്ല. പ്ലേഗ് വന്നും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ? പ്ലേഗ് ഒക്കെ വളരെ വലിയൊരു ദുരന്തമായിരുന്നു. സോ അങ്ങനെയും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് ഏത് മൂലമാണ്? ബ്ലാക്ക് ഡെത്ത് മൂലമാണ്. ഓക്കെ, ആക്ച്വലി ഇന്നും ഒരുപാട് ആൾക്കാർ അത് ഓർത്തു വെക്കുന്നുണ്ട്. അതായത് ഇംഗ്ലണ്ട്
സംഭവിച്ചു. മനസ്സിലായല്ലോ? ഇത്തരത്തിലൊക്കെയാണ് എന്ത് ഇവിടെ ഡീക്ലൈൻ ആയത്, മനോറിയൽ സിസ്റ്റം ആൻഡ് ഫ്യൂഡൽ സിസ്റ്റം തകർന്നു പോയത്. പണിയെടുക്കാൻ ആളെ കിട്ടാഞ്ഞിട്ടാണ്, ടാക്സ് പിരിക്കാൻ ആൾക്കാർ വേണ്ട, എല്ലാവരും മരണപ്പെട്ടു, എല്ലാവരുടെയും എന്തെന്നെയാണ്, പട്ടിണിയും പരിവട്ടവുമാണ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലൊക്കെയാണ് തകർച്ചകൾ സംഭവിച്ചത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെർസിനിയ പെസ്റ്റിസ് എന്നാണ് ബ്ലാക്ക് ഡെത്ത് പകർത്തുന്ന ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, അതിന്റെ പേര് മനസ്സിലായി. അത് തീർച്ചയായിട്ടും വൺ വേർഡിന് ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല എസ്സേസിലും പല എസ്സേകളിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഓരോ വളരെ നല്ല പോയിന്റ് ആണ് ഇതൊക്കെ. മനസ്സിലായോ? സോ ഈ ബാക്ടീരിയന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? ഇതൊന്നും കൂടാതെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 1381 CE കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പെസന്റ് റിവോൾട്ട്. ഓക്കെ, പെസന്റ് എന്ന് പറഞ്ഞ ആരാ? ഫാർമേഴ്സ് അല്ലേ? അപ്പൊ പെസന്റ് റിവോൾട്ട് 1381 CE കാലഘട്ടത്തിൽ നടന്ന പെസന്റ് റിവോൾട്ടും എന്തിനിടയായി? ഈ മനോറിയൽ സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ പെസന്റ് റിവോൾട്ട് ബാധിച്ചത്. സോ മനസ്സിലായി? അത് നടന്നതോടുകൂടി എന്തിന് വളരെ കൂടുതൽ സാധ്യത ഉണ്ടായി. എന്തിന്? ഈ മനോറിയൽ സിസ്റ്റവും ഫ്യൂഡൽ സിസ്റ്റവും തകർന്നു പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ് നോക്കാനുള്ളത്. ഈ മനോറിയൽ സിസ്റ്റം എന്താണെന്നും ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ഇതിലൊക്കെ സർഫുകളുടെ റോൾ എന്താണെന്നും ഇതെങ്ങനെയാണ് ഡീക്ലൈൻ ആയത്, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത്. വളരെ സിമ്പിൾ ആയ പാഠാണ്, മാത്രമല്ല ഒരുപാട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലെസൺ കൂടിയാണ്. ഓക്കെ, സോ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ ആ എല്ലാം ഒന്നും എടുത്ത് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കി നന്നായി പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, സോ ബൈ.